നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പീച്ചിങ്ങയും പരിപ്പും കൊണ്ടുള്ളൊരു കറിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി മീഡിയം സൈസ് 2 പീച്ചിങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ബൗള് പരിപ്പ്, അരമുറി തേങ്ങ, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വെളുത്തുള്ളി, ചെറിയൊരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ള, മീഡിയം സൈസിൽ തക്കാളി, 10-12 ചുവന്നുള്ളി, ഇത്രയും 2 പച്ചമുളക്, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പരിപ്പെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ കരിന്തൊലി എല്ലാം കളഞ്ഞ് ഇത് ക്ലീൻ ആക്കി എടുക്കണം. അത് ക്ലീൻ ആയിക്കൊണ്ട് വരട്ടെ. പീച്ചിങ്ങയുടെ തൊലിയെല്ലാം ഇതേപോലെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഇളത്ത പീച്ചിങ്ങ ആയിരിക്കണം നമ്മൾ ഇതേപോലെ കറി വയ്ക്കാൻ ഇട്ടെടുക്കുന്നത്. അല്ലെങ്കിൽ മൂത്ത് കഴിഞ്ഞ് ഇതിനകത്ത് കുരു ഉണ്ടാകും. അപ്പോൾ ആ കുരു കൂടെ നമുക്കൊന്ന് റിമൂവ് ചെയ്യേണ്ടി വരും. ഇത് അത്രയ്ക്ക് മൂത്തതല്ല, ഇത് മീഡിയം. അപ്പോൾ ഇത് നമുക്ക് അധികം കുരുവൊന്നും നീക്കം ചെയ്യേണ്ടി വരില്ല. ഇതേപോലെ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. ഇത് കണ്ടില്ലേ, ഇത് അധികം മൂത്തിട്ടില്ല, അത് കാരണം അധികം കുരുവൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പോൾ ഇത് നമുക്ക് മുഴുവൻ ഭാഗവും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം നമുക്കിവിടെ കറി വയ്ക്കാൻ കിട്ടിയിരിക്കുന്നത് നല്ല നാടൻ പീച്ചിങ്ങയാണ്. ഇവിടെ കണ്ടെത്തി കൃഷി ചെയ്യുന്ന അവിടെ നിന്ന് നമ്മൾ എടുത്തതാണ്. അപ്പം നമ്മൾ തൊലിയെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണ്. ഇതിനകത്തുനിന്ന് കുരുവൊന്നും കളയാനില്ല, കിളുന്ന് പീച്ചിങ്ങയാണ്. അപ്പം നമുക്കിത് മുഴുവനും എടുക്കാം. പരിപ്പ് നമ്മൾ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. പീച്ചിങ്ങയും തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് ചെറിയ പീസുകളാക്കി ഇതേപോലെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ടോ. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി അതിലേക്ക് 2 ചുവന്നുള്ളി വട്ടവരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് വറ കോരി മാറ്റുകയാണ്. പിന്നീട് നമുക്കൊന്ന് വറ പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നിച്ച് വറ പൊട്ടിച്ചത്. കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പീച്ചിങ്ങയും തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. ചുവന്നുള്ളിയും 5-8 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ശേഷം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഞങ്ങളുടെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇത് വെന്ത് വരുന്ന നേരത്തിന് തേങ്ങയും ജീരകവും മഞ്ഞളും വെളുത്തുള്ളിയും കൂടെ നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. നേരത്തെ ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുത്തായിരുന്നു, ഒന്നുകൂടെ തുറന്നു നോക്കാം. പീച്ചിങ്ങ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. പീച്ചിങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് ചേരണം. ഇത് ഒത്തിരി ചാറിലങ്ങ് വെക്കുന്നതല്ല, നല്ലൊരു കുറുകിയ ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്.
അപ്പോൾ പരിപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. അരപ്പൊന്ന് തിളച്ച് പൊട്ടിപ്പോകരുത്. അതുപോലെ ഒത്തിരി തേങ്ങയൊന്നും നമുക്ക് അരച്ച് ചേർക്കേണ്ടതില്ല. കണ്ടില്ലേ, ഒരു ചെറിയ അരമുറി തേങ്ങയെ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ലേശം വെള്ളം കൂടെ കഴുകി വെച്ച് കൊടുക്കാം. നല്ലൊരു കുറുകിയ കറിയാണിത്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും പുളിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത്, അപ്പോൾ ഇവിടെ ഉപ്പും പുളിയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഉപ്പൊക്കെ കറക്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതൊന്ന് അരപ്പിൻ്റെ ഒന്ന് പച്ചയോ മാറുന്ന വരെ ഇതേപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുന്നത് തിളച്ച് പൊട്ടിപ്പോകാതിരിക്കാനാണ്. അരപ്പ് നന്നായിട്ട് ചൂടായി വരണം. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിരുന്ന വറവ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പീച്ചിങ്ങ പരിപ്പ് കറി ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്